പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈന്തപ്പഴ അച്ചാർ. ചട്ടി അടുപ്പിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക, കടുക് ഇടുക, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ പച്ചമുളക്, ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്, 2ആയിട്ട് മുറിച്ചിടുക. പിന്നെ കറിവേപ്പില ഇടുക, ഒന്ന് മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊടിക്കാത്ത ഉലുവയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കടുക് ഇട്ടിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം അങ്ങനെ ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പൊടിയായിട്ടിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ വളരെ കുറച്ച് വയ്ക്കുക, അത് കരിഞ്ഞു പോകരുത്. പിന്നെ ഈന്തപ്പഴം ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇടുന്നതും എടുക്കാൻ വിട്ടുപോയി. വീട്ടിൽ എൻ്റെ ഇടയ്ക്ക് ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വീഡിയോ അത് ക്യാമറ ഓണാക്കാൻ അത് വിട്ടുപോയി. അത് ഇടുന്നത് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെയല്ല ഞാനിത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതിൽ പുളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിതിൽ പുളി ചേർത്തിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുളി നല്ല പുളിയല്ലായിരുന്നു, കരടൊക്കെ ഉള്ള പുളി ആയതുകൊണ്ട് എനിക്കത് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടില്ല. പിന്നെ ശർക്കര കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇത് വീഡിയോ വിട്ടുപോയതാണ്. കുറച്ച് ഈന്തപ്പഴത്തിന് കുറച്ച് മധുരം കുറവാണ്, ശർക്കര ചേർക്കുന്ന നല്ലതായിരിക്കും. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ പുളി ചേർക്കാത്തതുകൊണ്ട് വിനീഗറാണ് ചേർത്തിരിക്കുന്നത്. വിനീഗർ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ കുറച്ച് മയം കിട്ടുമല്ലോ ഇതിൽ. അന്നേരം പുളിയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ നല്ല പുളിയല്ലായിരുന്നു. ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് കേട്ടോ ഇത്.